ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ബാലൻസ്ഡ് ഡയറ്റിൻ്റെ വീഡിയോ ഒരു 7 days ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അതിടയ്ക്ക് സ്റ്റക്കായി പോയി. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഇടാൻ വിചാരിച്ച് വെച്ചിരുന്ന വീഡിയോ ആണ്. അപ്പോൾ തലേദിവസം രാത്രി തന്നെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ പിള്ളേർക്ക് സ്കൂളുണ്ട്, ഇക്കാക്കും ഫുഡ് കൊടുത്തയക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു 1 pot ഡിഷ് ആക്കാന്നാട്ടെ വിചാരിക്കണേ. കാരണം ഉച്ചയ്ക്ക് തലേദിവസത്തെ കറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയിലത്തേക്കും പിറ്റേ ദിവസത്തേക്കൊന്നും സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് രാവിലെ സൂംബയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ടർ ചിക്കൻ ആക്കാന്നാട്ടെ വിചാരിക്കണേ. അതൊരു ഡയറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് കഴിക്കാൻ പറ്റിയതാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. നമ്മൾ ഗ്രേവി കുറച്ച് കഴിക്കണം കേട്ടോ. കാരണം അത്യാവശ്യം ബട്ടറും ക്രീമും ഒക്കെ ഉള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ പീസ് കൂടുതൽ കഴിക്കുക, ഗ്രേവി കുറച്ച് കഴിച്ച് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇടിയപ്പമാണ് കേട്ടോ ബെസ്റ്റ്. എനിക്ക് ഇടിയപ്പവും ബട്ടർ ചിക്കനും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതും തലേ ദിവസം രാത്രി തന്നെ ഞാനൊന്ന് പൊടിയൊക്കെ ഒന്ന് വാട്ടി വെക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ പെട്ടെന്ന് ആക്കിയിട്ടൊക്കെ എനിക്ക് സൂമ്പക്കും പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കറി വെക്കാനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ആ ഫ്രൈ ചെയ്തെടുത്ത പാനിലേക്കാണ് കേട്ടോ എല്ലാം വഴറ്റിയൊക്കെ എടുക്കേണ്ടത്. പക്ഷെ ഞാൻ ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ട് അതുവരെ ചിക്കൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പാൻ എടുത്തിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒനിയനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തക്കാളി, അതേപോലെ പച്ചമുളക്, നട്ട്സ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുക. അപ്പോൾ കുട്ടികളുള്ളവരാണെങ്കിൽ ഗ്രീൻ ചില്ലി എന്തായാലും ഒഴിവാക്കുക കേട്ടോ. അരച്ച് കഴിയുമ്പോൾ നല്ല എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വഴറ്റിയെടുത്തതിന് ശേഷം പച്ചമുളക് എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ അരച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് വഴണ്ട് വരണമെന്നൊന്നുമില്ല, ഒന്നെല്ലാം കൂടി മിക്സായി വന്നാൽ മതി കേട്ടോ. ശേഷം പൊടികളൊക്കെ ഇട്ട് ഒന്ന് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുക കേട്ടോ. തക്കാളി ആണെങ്കിലും സവാള ആണെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യുക. കാരണം നമ്മൾ നന്നായിട്ട് പേസ്റ്റായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ഷേപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ശേഷം അതിലേക്ക് കുറച്ച് നട്ട്സ്, നമുക്ക് എത്രത്തോളം നട്ട്സ് വേണോ അത്രയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലിട്ടാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ കറി രാവിലെ നേരത്തെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അപ്പോൾ ഈ കറി തന്നെ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കൂട്ടോ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കറി തന്നു വിട്ടിട്ടുണ്ടെങ്കിൽ കഴിക്കുമോ, കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതനുസരിച്ച് ഞാൻ കൊടുത്തയക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഗ്രേവി വെക്കണ്ട, പീസ് കൂടുതൽ വെച്ചാൽ മതി, പിന്നെ സാലഡും കൂടി വെച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു. പിന്നെ അതേ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തയക്കാനായിട്ട് ഗീ റൈസ് എന്തെങ്കിലും ആക്കണം കേട്ടോ. ഇടിയപ്പോ കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കത് കഴിക്കാൻ പാടായിരിക്കും. അവർക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമാണ് കേട്ടോ ഇവരുടെ സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസ് എന്തെങ്കിലും കൊടുത്തയക്കലാണ് പതിവ്. അതല്ലെങ്കിൽ പാസ്ത അല്ലെങ്കിൽ നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ ഇപ്പോൾ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അതേ നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ട്. അതേപോലെ ചിക്കനിലേക്ക് മസാല കാര്യങ്ങളൊക്കെ നന്നായിട്ട് തേച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കുറച്ച് ഉപ്പും ഗരം മസാലയും തൈരുമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇടാം, എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെക്കാം കേട്ടോ. എന്നിട്ട് ആ പാനിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ശരിക്കും നമ്മൾ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്യുക, എന്നിട്ട് ആ പാനിലേക്ക് തന്നെ നമ്മളുടെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇപ്പോൾ ചിക്കൻ കുറച്ച് ലേറ്റായി വന്നതുകൊണ്ടാണ് ഞാൻ രണ്ടും ഓപ്പോസിറ്റായിട്ട് ചെയ്യണേ. അങ്ങനെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇക്കാടെ ബ്രദറിൻ്റെ മക്കളും എല്ലാവരും വന്നതുകൊണ്ട് അത്യാവശ്യം ബിസി ആയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. എല്ലാ ദിവസവും എനിക്ക് അവരുടെ കൂടെ ഒന്നും ഇറങ്ങാൻ പറ്റാറില്ല. ഇക്കാക്ക് ഒട്ടും പറ്റാറില്ല കേട്ടോ. ഇക്ക ഇതുവരെ അവരുടെ കൂടെ നമ്മൾ പുറത്തേക്ക് അങ്ങനെ ഒരുമിച്ച് എല്ലാവരുമായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. അവരുടെ കൂടെ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയ ദിവസങ്ങളിൽ ഞാൻ അവരായിട്ട് അങ്ങനെ 2 ദിവസം പുറത്തേക്ക് പോയി വരാണ് കേട്ടോ ചെയ്തത്, മക്കളെ സ്കൂളിൽ വിട്ടിട്ടുള്ള സമയത്ത്. കാരണം അവർക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ അവധിയാണ്. പക്ഷേ ഇവിടെ സ്കൂളായിട്ടും മദ്രസയായിട്ടും എല്ലാവരും ബിസിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരുടെ പോലെ ഫ്രീ ആവാനായിട്ട് അങ്ങനെ പറ്റുന്നില്ല. പക്ഷെ മാക്സിമം ടൈം കിട്ടണ അനുസരിച്ച് ഞാൻ ഇറങ്ങാറുണ്ട് കേട്ടോ.
ആസിമിനെ ആണെങ്കിലും ബേബി സിറ്റിങ്ങിൽ കുറച്ച് ദിവസമായിട്ട് വിടുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ ഇരുത്തിയിട്ടാണ് കേട്ടോ പോകാറ്. ഒരു 4 to 5 hours മാക്സിമം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോരേ ചെയ്യണം കേട്ടോ. കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്തും നമ്മളിവിടെ ഇല്ലെങ്കിൽ പാടാണല്ലോ. അപ്പോൾ ചില ദിവസങ്ങളിൽ നേരത്തെ വരും, ഞാൻ ലേറ്റ് ആവുന്ന ദിവസങ്ങളിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഓരോന്ന് പോണേട്ടാ. അങ്ങനെ ഫ്രൈയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഇത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അത് ആ പാനിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ബട്ടറാണ് കേട്ടോ. ബട്ടർ ചിക്കൻ ആണല്ലോ, അത്യാവശ്യം നല്ലോണം വലിയ പീസ് തന്നെ ബട്ടറും പിന്നെ കസൂരി മേത്തി പിന്നെ കുക്കിംഗ് ക്രീം, ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. കുക്കിംഗ് ക്രീം ആണെങ്കിലും ഫ്രഷ് ക്രീം ആണെങ്കിലും തിക്ക് ക്രീം ആണെങ്കിലും ഏതാണെങ്കിലും ഓക്കെയാണ് കേട്ടോ. ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തത്. അപ്പോൾ നല്ല തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അങ്ങനെ അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ആ ഒരു മസാലയും ആ ഒരു ഫ്ലേവറൊക്കെ ആ കറിയിലേക്കും ഒക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം മേത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം നല്ല കട്ടിയുള്ള ഒരു ഗ്രേവി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊന്ന് മൂടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക കേട്ടോ, നമ്മുടെ ഉപ്പും എരിവും കാര്യങ്ങളൊക്കെ ബാലൻസ് ആണോന്ന്. പിന്നെ ലാസ്റ്റ് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി ബാലൻസ് ആയിട്ട് വരും. ഞാൻ ക്രീമിൽ ഇതേ അത്യാവശ്യം വെള്ളമൊഴിച്ച് ഇതേ ഒന്ന് മിക്സ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പകൽ നല്ല കൂടുതലാണ് കേട്ടോ, രാത്രി വളരെ കുറവാണ്. ഒരു 7 മണി 7:30 ആയിട്ടാണ് നേരം ഇരുട്ടി വരിക. അതേപോലെ 4:45 സമയമാകുമ്പോഴത്തേനും നേരം വെളുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഒട്ടും സമയമില്ല കേട്ടോ. കുട്ടികളെ പഠിപ്പിക്കാനാണെങ്കിലും കുക്കിങ്ങിനാണെങ്കിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് 12 മണി ആവണ പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടാണ് ഞാൻ ഗീ റൈസ് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കും മിക്കാക്കും ഒക്കെ കൊടുത്തേക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് നെയ്യും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് സ്പൈസസ് മാത്രം ഇട്ടിട്ട് മുനിയനൊന്നും ഇല്ലാതെ ഒരു സിമ്പിൾ ഗീ റൈസാണ് കേട്ടോ, ജീരകശാല റൈസ് വെച്ചിട്ട്. ഞാൻ പിള്ളേർക്ക് അതൊന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ എപ്പോഴും കൂടുതലും കപ്പ് കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും വാങ്ങി വെക്കും. ഞാൻ വളരെ റെയറായിട്ടാണ് കേട്ടോ വീട്ടിലുണ്ടാക്കിയത് അങ്ങനെ കൊടുത്തയക്കലും കാര്യങ്ങളൊക്കെ. പക്ഷെ രണ്ടാമത്തെ ആൾക്ക് അതിനോടുള്ളൊരു ഇഷ്ടം ഭയങ്കര കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നോർമൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കൽ കുറവും, കപ്പ് കേക്ക് ചിപ്സ് അങ്ങനെ വറുത്ത സംഭവങ്ങളൊക്കെ കഴിക്കൽ കുറച്ച് കൂടുതലും ആയിട്ടാണ്. അപ്പോൾ ഞാൻ പയ്യെ അത് സ്റ്റോപ്പ് ചെയ്യാണ്. പകരം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെയാണ് കേട്ടോ കൊടുത്തയക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ബസ്സിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ പീസ് കപ്പ് കേക്കും അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 2 ദിവസം നല്ല ബഹളമായിരുന്നു കേട്ടോ. ഉമ്മ എന്തിനാ എനിക്കിത് തന്നു വിടുന്ന കാര്യം. ആൾ കുക്കുംബറും ക്യാരറ്റൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ആളാണെങ്കിലും സ്കൂളിൽ 2 ദിവസം അടുപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളത് ഓക്കെ ആയിട്ടുണ്ട്. കംപ്ലീറ്റ് നിർത്തുക എന്നുള്ളതല്ല, കുറച്ച് ഫ്രൂട്ട്സ് വെജീസൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് ആക്കി എടുത്താണ് കേട്ടോ. കറി ഞാൻ സെപ്പറേറ്റ് വേറൊരു ബൗളിലേക്കാണ് കേട്ടോ എടുക്കുന്നത്. മൂത്ത ആൾക്ക് അത്യാവശ്യം ഗ്രേവി പീസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വേണം കേട്ടോ. പക്ഷേ ഹാറൂന് വെറുതെ പീസ് മാത്രം മതിയാവും. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളനുസരിച്ചിട്ട് അങ്ങനെ പാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഹാറൂന് പീസ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ സെയിം ബോക്സിലേക്ക് തന്നെയാണ് കേട്ടോ വെച്ചത്. ഹംദാന് ഞാൻ ഗ്രേവി സെപ്പറേറ്റ് വേറൊരു ചെറിയ ബോക്സിലേക്കും കൂടി ആക്കി വെക്കുന്നുണ്ട്. ഹാറൂന് ക്യാരറ്റ് കുക്കുംബർ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിലും ഹംദാൻ അത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അവന് സ്കൂളിൽ കൊടുത്തിട്ടാലും കഴിക്കുകയില്ല. പിള്ളേർ കഴിക്കണ സംഭവങ്ങളെ ഞാൻ കൊടുത്തയക്കുള്ളൂ കേട്ടോ. കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് എന്താണോ അതനുസരിച്ച് ആണ് 2 പേർക്കും ഇങ്ങനെ പാക്ക് ചെയ്യുക. അപ്പോൾ അവന് അതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേപ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഹംദാന് കൊടുത്തയച്ചത് കേട്ടോ സ്നാക്സായിട്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചാലുള്ളൊരു പ്രശ്നം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് നിറയില്ല, നമുക്ക് വിശപ്പ് മാറാത്ത പോലെ തോന്നും. അപ്പോൾ അതിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കപ്പ് കേക്കും കൂടി ആഡ് ചെയ്തിട്ട്. അപ്പോൾ അതല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് വിശക്കുമല്ലോ. അവർക്കിപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പിൻ്റെ അപ്പമാണ് കേട്ടോ ചുട്ടു കൊടുത്തത്. കാരണം ഇടിയപ്പം ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം എനിക്ക് സമയം വേണം. അപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ആണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ രാത്രി ഡിന്നറിലേക്കും അതെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുട്ടികൾ പോയിട്ടാണ് ഞാൻ ഇടിയപ്പത്തിൻ്റെ പരിപാടിക്ക് നിന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് സൂമ്പക്കും പോകണം. അതൊരു 7:45 തുടങ്ങുമ്പോൾ കേട്ടോ. അപ്പോൾ കുട്ടികൾ ഒരു 6:20 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈമുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ അതേ സെറ്റായിട്ടുണ്ട്. അങ്ങനെ പിള്ളേർ ഇതേ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതേ പാക്ക് ചെയ്ത് കുട്ടികളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ ഇടിയപ്പത്തിൻ്റെ പണിയിലേക്ക് ഇറങ്ങി. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ രാത്രി തന്നെ നമ്മൾ പൊടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും എയർ അകത്തേക്ക് കയറാത്ത രീതിയിൽ വേണം കേട്ടോ അത് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട്. അതല്ലെങ്കിൽ മോൾ ഭാഗം ഒന്നിങ്ങനെ ഹാർഡായിട്ട് വരുന്നത് കാണാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊടി മാവോ കാര്യങ്ങളോ എന്തെങ്കിലും സെറ്റ് ആക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാനൊരു 11 മണിയോടുകൂടിയാണ് മാവ് സെറ്റാക്കി എടുത്തേട്ടാ. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പൊടി നല്ല സെറ്റായിട്ട് വരും. ഇതങ്ങനെ ഇടിയപ്പം അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറി ഒരു 2-3 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രമേ തട്ടി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പകുതി പോർഷൻ അതിൽ തന്നെ പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ആദ്യത്തെ 2 ട്രിപ്പും കഴിഞ്ഞു. മൂന്നാമത്തെയും ആവിയൊക്കെ നന്നായിട്ട് വന്നു. പിന്നെ ഞാനത് കുറച്ച് ആവി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഭാഗത്തോളം അതിൻ്റെ മൂടി ഓപ്പൺ ആക്കി വെച്ചിട്ട് ഞാൻ സൂമ്പൊക്കെ പോയിട്ടാണ്. കാരണം അത് തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല, അതിനുള്ള ടൈമും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പോയി. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ടയേർഡ് ആവുകയാണ് കേട്ടോ. ആർക്കും അവിടെ നിൽക്കാനേ പറ്റുന്നില്ല. AC ആണെങ്കിലും കൂളറാണെങ്കിലും എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിലും സൂംബ കുറച്ച് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ നന്നായിട്ട് ക്ഷീണം എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ക്ലൈമറ്റ് നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പാർക്കിൽ വെയിറ്റ് ചെയ്ത് നിന്നതാണ് കേട്ടോ. അങ്ങനെ സൂംബയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസമാണ് ആഴ്ചയിൽ സൂംബ ഉള്ളത് കേട്ടോ. തേഴ്സ്ഡേ ആണെങ്കിൽ 20 മിനിറ്റ്സ് സൂംബയാണെങ്കിൽ ബാക്കി ടൈമിൽ എയറോബിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിലുള്ളൊരു ദിവസമാണെങ്കിലും നല്ല ഹെവി വർക്കൗട്ടായിരിക്കും കേട്ടോ. അപ്പോൾ പോയി വരുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ടയേർഡ് ആവും കേട്ടോ. പിക്ക രാവിലെ ഒരു 4 മുട്ടയൊക്കെ ബോയിൽ ചെയ്ത് ചില ദിവസങ്ങളിൽ കഴിക്കാറുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ വരുമ്പോൾ തന്നെ മുട്ട പുഴുങ്ങിയതെടുത്ത് കഴിക്കും കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് അടുത്ത പണിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈവനിങ്ങിൽ ഉണ്ടാക്കിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ രാവിലെയും ബട്ടർ ചിക്കൻ ആണെങ്കിൽ ഉച്ചയ്ക്ക് 2 ടൈം അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ ഇക്കാക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ കൊടുത്ത ഒരു ഗ്രേവിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇക്ക നാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ട് അത് എയർപോർട്ടിൽ കുടുങ്ങിയെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ദിവസം ഗ്രാൻഡിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പോർഷൻ ചക്ക കൊണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു റെസിപ്പി കണ്ടു. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ബട്ടറിലേക്ക് നമ്മുടെ ഈ ചക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴവും അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ സൈഡിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലതായിട്ട് കളറ് മാറുന്ന വരെ ഷുഗറൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ശേഷം ലാസ്റ്റ് തേങ്ങാപ്പാലും ഏലക്കയും ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയോ മൈദയോ കോൺഫ്ലോറോ എന്താണെങ്കിലും വേണ്ടിയില്ല, വെള്ളത്തിൽ കലക്കിയിട്ട് അതിലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പാൽവാഴയ്ക്ക പോലത്തെ ഒരു സംഭവമാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, കണ്ണൂരുകാരുടെ സ്പെഷ്യലാണെന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷെ ഞാനിതുവരെ ചക്ക ഇട്ട് ഉണ്ടാക്കിയിട്ടില്ല. അത് പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചക്കയുടെ ആ ഒരു ഫ്ലേവറും ചക്കയാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നും. അതും ബട്ടറും കൂടിയിട്ടുള്ളൊരു കോംബോ എന്തായാലും അപാരം തന്നെയായിരുന്നു. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഫുഡൊന്നും അല്ല കേട്ടോ. നന്നായിട്ട് ബട്ടറും ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ്. എന്നാലും ക്വാണ്ടിറ്റി കുറച്ച് കഴിച്ചാൽ മതി, ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കാൻ നിൽക്കണ്ട. പക്ഷെ ഇക്കാക്ക് വിളമ്പി കൊടുത്തപ്പോൾ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച ആൾ അത് ഫുള്ള് കഴിച്ചിട്ടാണ്. എനിക്ക് ചെറിയൊരു ഗ്രേവി മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. ചക്കയും പഴമൊന്നും അതിൻ്റെ അകത്ത് കാണാനേ ഉണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണെങ്കിൽ പറയാൻ വേണ്ട, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഷുഗർ വേണമെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിൽ ക്യാരമലൈസ് ചെയ്തിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ സൈഡിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഷുഗർ ഇട്ട് അങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തേട്ടാ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ചക്കയും പഴവും എല്ലാം കൂടി ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മളുടെ തേങ്ങാപ്പാൽ ഒഴിക്കുക, അതേപോലെ ഉപ്പിടുക. ഷുഗർ വേണമെങ്കിൽ ഇനിയും വേണമെന്നുള്ളവർ ഇനിയും ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് പകരം ശർക്കര വേണമെന്നുള്ളവരാണെങ്കിൽ അത് ആഡ് ചെയ്യാം. ലാസ്റ്റ് തിക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ മിക്സ് ചെയ്ത് ഒഴിച്ചത്. ചൂടനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടെംപ്റ്റിംഗ് ആയിരുന്നു. ഞാൻ ഈവനിങ് ചായയുടെ ടൈമിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇവിടെ പിള്ളേർ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. ഇതാകെ കഴിക്കുന്നത് ഞാനും ഉക്കായായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണെന്ന് ആൾ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി ബട്ടർ ചിക്കൻ എന്തായാലും രാവിലെ കൊടുത്ത് വെറുപ്പിക്കേണ്ട, എന്തായാലും ലഞ്ചിന് കഴിക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അപ്പം തന്നെ ചൂടനെ എടുത്ത് കുറച്ച് കഴിക്കുകയാണ് കേട്ടോ. TV ഒക്കെ കണ്ടിരുന്ന് കുറച്ച് റിലാക്സ് ചെയ്തിരുന്നു. കുട്ടികൾ കഴിക്കില്ല എന്നറിയാം, എന്നാലും വെറുതെ ചോദിച്ചു നോക്കിയിട്ടാ. ഇവിടെ അവരൊന്നും കഴിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഇക്കാക്ക് ഇതേ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ നമ്മളത് ഇടിയപ്പവും. ഇതിൻ്റെ പാൽവാഴയ്ക്കാന്നാണോ എന്താണ് പേരെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ചക്കയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ
സംഭവം ഉഷാറായിട്ടുണ്ട്. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് പേരയ്ക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പേരയ്ക്കയുടെ കുരു ഞാൻ അരിച്ച് കളയാറില്ല. അപ്പോൾ ആൾക്കാർക്ക് അരിച്ച് കളയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത് അരിച്ച് അത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. മുട്ട ബോയിൽ ചെയ്തതും ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതും കൂടി കൊടുത്ത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ പാക്ക് ചെയ്യുകയാണ് കേട്ടോ. നമ്മളുടെ ഗീ റൈസ് ഉണ്ടല്ലോ, അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാലഡും ബട്ടർ ചിക്കനും ഒക്കെ ആയിട്ട് അങ്ങനെ അതും പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സാലഡിൻ്റെ മുകളിലായിട്ട് കുറച്ച് സാലഡ് ഡ്രസ്സിങ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് അച്ചാർ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കൊടുത്തിട്ട് അങ്ങനെ ലഞ്ച് ബോക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ 2 റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രീതിയിലും കൂടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ പാക്ക് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ ഫുഡിന് റൈസും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് കൊടുത്തേക്കാം കേട്ടോ. അതേപോലെ കറി കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. റൈസിന് പകരം നമുക്ക് വയറ് ഫില്ലാവാൻ വേണ്ടി എന്തൊക്കെ അതിൽ ആഡ് ചെയ്യാമെന്നുള്ളത് ആലോചിക്കുക കേട്ടോ. അപ്പോൾ സാലഡ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക, അതേപോലെ കറി ആണെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. എന്നിട്ട് റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മക്കൾ സ്കൂളിൽ പോകുന്നവർ ഉള്ളവരാണെങ്കിൽ ഒരാൾക്ക് ഒരു ഫുഡ്, കുട്ടികൾക്ക് വേറെ ഫുഡ് എന്നൊക്കെ ഉള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ എങ്ങനെ കഴിക്കാമെന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് മീൽസ് പ്രിപ്പയർ ചെയ്താൽ മതിയിട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇരട്ടിപ്പണിയാകും. കുട്ടികൾക്ക് വേറെ ഫുഡ് ഉണ്ടാക്കുക, നമുക്ക് ഡയറ്റിന് വേറെ ഫുഡ് ഉണ്ടാക്കുക, അതൊന്നും ചില സമയത്ത് പ്രാക്ടിക്കൽ ആവില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നടക്കും. അങ്ങനെ ദഹിക്കാനേ ഫുഡൊക്കെ കൊടുത്ത് പാക്ക് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്തായാലും 12 മണിയാവും. ആൾ 4 മണിക്കാണ് ലഞ്ച് കഴിക്കണേ. വർഷങ്ങളായിട്ടുള്ള ശീലമാണ് കേട്ടോ, അതൊരിക്കലും മാറില്ല. ആൾ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ റെഡിയായി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അത്യാവശ്യം സമയം എടുക്കും കേട്ടോ. അത് നാട്ടിലാണെങ്കിലും അത് എവിടെയാണെങ്കിലും അതെ, കല്യാണം കഴിഞ്ഞ നാൾ തുടങ്ങിയ ആളങ്ങനെയാണ്. 12 മണി എന്നുള്ള സമയം ഉണ്ടെങ്കിലേ ആൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ആ സമയത്താണ് ലഞ്ചുമായിട്ട് വീട്ടിൽ നിന്ന് പോവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.